ഹായ് ഫ്രണ്ട്സ്, എയ്ഡറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 4th സ്റ്റാൻഡേർഡിലെ EVSലെ 3rd ചാപ്റ്റർ വിങ്ക്ഡ് ബഡ്ഡീസ് എന്ന് പറയുന്ന പാഠഭാഗത്തിന്റെ 2 വീഡിയോസ് നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പാർട്ട് 3 ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് പാർട്ട് കാണാത്ത കൂട്ടുകാർക്കായി അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക്. ബേർഡ് വാച്ചേഴ്സ് ഓർ ഓർണിത്തോളജിസ്റ്റ്, പക്ഷി നിരീക്ഷകർ. പക്ഷി നിരീക്ഷകരെ പറയുന്ന പേരെന്താണ് മക്കളെ? ഇംഗ്ലീഷിൽ നമ്മൾ ഓർണിത്തോളജിസ്റ്റ് എന്ന് പറയും. ചിത്രത്തിൽ ആരാണ് മക്കളെ ഉള്ളത്? ഡോക്ടർ സലീം അലി അല്ലേ? When Selim was 10 years old, he shot a sparrow named Manyathali with an air gun that his uncle had given him as a gift. സലീമിന് 10 വയസ്സുള്ളപ്പോൾ അമ്മാവന് സമ്മാനമായി നൽകിയ എയർഗൺ ഉപയോഗിച്ച് മഞ്ഞത്താലി എന്ന ഒരു കുരുവിയെ വെടിവെച്ചിട്ടു. സലീം ആൻഡ് ഹിസ് അങ്കിൾ took this bird and went to visit his uncle's friend. W.S. Millard, an officer of the Natural History Society, Bombay, he introduced Selim to the collection of the birds preserved and kept at the society. It included sparrow like the Manyathali that Selim had shot. സലീമും അമ്മാവനും ഈ കുരുവിയുമായി അമ്മാവിന്റെ സുഹൃത്തായ ബോംബെ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി ഉദ്യോഗസ്ഥനായ W.S. മിലാഡിനെ സന്ദർശിക്കുകയുണ്ടായി. അദ്ദേഹം സൊസൈറ്റിയിൽ സംസാരിച്ച് സൂക്ഷിച്ചിരുന്ന പക്ഷികളുടെ ശേഖരം സലീമിനെ പരിചയപ്പെടുത്തി. അതിൽ സലീം വെടിവെച്ചിട്ട മഞ്ഞത്താലിയെ പോലെയുള്ള കുരുവികളും ഉണ്ടായിരുന്നു. ദിസ് വിസിറ്റ് മാർക്ക്ഡ് ടു ദ ടേണിംഗ് പോയിന്റ് ഫോർ ഹിം ടു ബി എ ബേർഡ്സ് ലവർ ലേറ്റർ. ഈ സന്ദർശനം പിന്നീട് അദ്ദേഹത്തെ ഒരു പക്ഷി പ്രേമിയാക്കി മാറ്റി. ദിസ് ഈസ് ദ ബയോഗ്രഫി ഓഫ് ഡോക്ടർ സലീം അലി, ദ ഗ്രേറ്റസ്റ്റ് ബേർഡ് വാച്ചർ ഇന്ത്യ ഹാസ് എവർ സീൻ. We celebrate his birthday November 12 as the National Bird Watching Day. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പക്ഷി നിരീക്ഷകനായ ഡോക്ടർ സലീം അലിയുടെ ജീവിതത്തെ കുറിച്ചുള്ളതാണിത്. ഇദ്ദേഹത്തിന്റെ ജന്മദിനമായ നവംബർ 12 നമ്മൾ ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായി ആഘോഷിക്കുന്നത്. അപ്പൊ മക്കളെ, അവിടെ നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ഉണ്ട്. ദേശീയ പക്ഷി നിരീക്ഷണ ദിനം അല്ലെ? നാഷണൽ ബേർഡ് വാച്ചിങ് ഡേ എന്നാണ് നവംബർ 12. ആ ദിവസമാണ് നമ്മുടെ ഗ്രേറ്റസ്റ്റ് ബേർഡ് വാച്ചർ ആയിട്ടുള്ള ഡോക്ടർ സലീം അലിയുടെ ജന്മദിനം. ഡു യു നോ എനി അതർ ബേർഡ് വാച്ചേഴ്സ്? ഫൈൻഡ് ദ മോർ ഇൻഫർമേഷൻ അബൌട്ട് ദം ആൻഡ് റൈറ്റ്. മറ്റേതെല്ലാം പക്ഷി നിരീക്ഷകരെ നിങ്ങൾക്കറിയാം? കൂടുതൽ വിവരങ്ങൾ കണ്ടെത്തി എഴുതൂ. ശ്രീ കെ നീലകണ്ഠൻ, ഓൾസോ നോൺ ആസ് ഇന്ദുചൂടൻ. കെ നീലകണ്ഠൻ എന്ന പക്ഷി നിരീക്ഷകൻ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഇന്ദുചൂടൻ എന്ന പേരിലാണ്. ദെൻ നെക്സ്റ്റ് പിക്ചറോ? ഡോക്ടർ ആർ സുഗതൻ. ദ ബ്രാഞ്ച് ഓഫ് സയൻസ് റിലേറ്റഡ് ടു ദ സ്റ്റഡി ഓഫ് ബേർഡ്സ് ഈസ് കോൾഡ് ഓർണിത്തോളജി. പക്ഷികളെ കുറിച്ചുള്ള പഠനവുമായി ബന്ധപ്പെട്ട ശാസ്ത്രശാഖയാണ് ഓർണിത്തോളജി അഥവാ പക്ഷിശാസ്ത്രം. പക്ഷികളെ കുറിച്ച് പഠിക്കുന്ന ബ്രാഞ്ച് ഓഫ് സയൻസിനെയാണ് ഓർണിത്തോളജി അഥവാ പക്ഷിശാസ്ത്രം എന്ന് പറയുന്നത്. Then bird sanctuary. The bird sanctuary in Kerala named after Dr. Salim Ali is the Tattekad Bird Sanctuary. Do you know any other bird sanctuaries? പക്ഷി സങ്കേതം. ഡോക്ടർ സലീം അലിയുടെ പേരിൽ കേരളത്തിലുള്ള പക്ഷി സങ്കേതമാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം. മറ്റേതെല്ലാം പക്ഷി സങ്കേതങ്ങളെ കുറിച്ച് നിങ്ങൾക്കറിയാം? അപ്പം ഡോക്ടർ സലീം അലിയുടെ പേരിൽ കേരളത്തിലുള്ള പക്ഷി സങ്കേതമാണ് തട്ടേക്കാട്. അതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റ് പക്ഷി സങ്കേതങ്ങളാണ് കടലുണ്ടി പക്ഷി സങ്കേതം, അതേപോലെ കുമരകം പക്ഷി സങ്കേതം. ഇനി താഴെ നമുക്കൊരു ക്രോസ് വാർഡ് പസിൽ തന്നിട്ടുണ്ട്. കംപ്ലീറ്റ് ദ ക്രോസ് വാർഡ് പസിൽ. പദപ്രശ്നം പൂർത്തിയാക്കൂ. ഡൗൺ, താഴോട്ട്. ദ ഓൺലി ബേർഡ് സാങ്ച്വറി ഇൻ കേരള ലൊക്കേറ്റഡ് ഇൻ മാൻഗ്രോവ് ഫോറസ്റ്റ്സ്. കണ്ടൽ വനങ്ങളാൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക പക്ഷി സങ്കേതം ഏത്? ഏതാണ് മക്കളെ കണ്ടൽ വനങ്ങളാൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക പക്ഷി സങ്കേതം? ആൻസർ ഈസ് മംഗലവനം ബേർഡ് സാങ്ച്വറി. 1 എന്ന് നമ്പർ കൊടുത്തതിന് താഴോട്ടായിട്ട് മംഗലവനം എന്ന് എഴുതണം. Then next question, known as Dr. Salim Ali Bird Sanctuary. ഇത് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തു അല്ലെ? ഡോക്ടർ സലീം അലി പക്ഷി സങ്കേതം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏതാണ്?
ആൻസർ ഈസ് തട്ടേക്കാട് ബേർഡ് സാങ്ച്വറി. അപ്പൊ അത് എങ്ങനെ എഴുതണം? 2 എന്ന് എഴുതിയതില് താഴോട്ട് 2 നമ്പർ കൊടുത്തതില് താഴോട്ട് തട്ടേക്കാട് എന്ന് എഴുതണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എക്രോസ് വലത്തോട്ട്. തേർഡ് ക്വസ്റ്റ്യൻ. ദ ഓൺലി പീകോക്ക് സാങ്ച്വറി ഇൻ കേരള. ഏതാണ് മക്കളെ കേരളത്തിലെ ഏക മയിൽ സംരക്ഷണ കേന്ദ്രം? ആൻസർ ഈസ് ചൂലനൂർ പീകോക്ക് സാങ്ച്വറി. അപ്പൊ അത് വലത്തോട്ട് എഴുതി കൊടുക്കണം. മയിലാടുംപാറ എന്ന മറ്റൊരു പേരും ചൂലനൂർ പീകോക്ക് സാങ്ച്വറിക്കുണ്ട്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബേർഡ് സാങ്ച്വറി ഇൻ കോഴിക്കോട് ഡിസ്ട്രിക്ട് വേർ മൈഗ്രേറ്ററി ബേർഡ്സ് ആർ മോസ്റ്റ്ലി സീൻ. ദേശാടന പക്ഷികളെ കൂടുതലായി കാണുന്ന കോഴിക്കോട് ജില്ലയിലെ പക്ഷി സങ്കേതം ഏതാണ്? ഏതാണ് മക്കളെ? കടലുണ്ടി ബേർഡ് സാങ്ച്വറി. അപ്പൊ അത് 4 എന്ന നമ്പറുള്ള കളത്തില് വലത്തോട്ട് എഴുതണം. ദെൻ 5. എ ബേർഡ് സാങ്ച്വറി ഇൻ കോട്ടയം ഡിസ്ട്രിക്ട്. കോട്ടയം ജില്ലയിലെ ഒരു പക്ഷി സങ്കേതം ഏതാണ് മക്കളെ? കുമരകം ബേർഡ് സാങ്ച്വറി. ഫൈൻഡ് മോർ ഇൻഫോർമേഷൻ അബൌട്ട് അതർ ബേർഡ് സാങ്ച്വറീസ് ആൻഡ് റൈറ്റ് ദം ഇൻ മൈ എൻവയോൺമെന്റൽ സയൻസ് ഡയറി. അപ്പൊ മക്കളെ കൂടുതൽ പക്ഷി സങ്കേതങ്ങളെ കുറിച്ചുള്ള വിവരശേഖരണം നടത്തി നമ്മുടെ പരിസര പഠന പുസ്തകത്തിൽ എഴുതുക. ക്രോസ്, ഫെസൻസ്, mynas, peacock, hornbill, wagtails, and many more millions of diverse birds in living world. Many of them are having sweet voice, diverse colors, different migratory paths, whatnot. Let's continue our fascinating journey into the world of winged birdies by exploring and ഡിസ്കവറിംഗ് മോർ അബൌട്ട് ദം. കാക്കയും കോഴിയും മൈനയും മയിലും വേഴാമ്പലും വണ്ണാത്തിപ്പുള്ളും മറ്റുമായി ലക്ഷക്കണക്കിന് പക്ഷികൾ നിറഞ്ഞ ജീവലോകം. മധുരമായ ശബ്ദവും വൈവിധ്യമാർന്ന നിറങ്ങളും വ്യത്യസ്ത സഞ്ചാരപഥങ്ങളും നിറഞ്ഞ പക്ഷികൾ ഇനിയും എത്രയോ. അന്വേഷിച്ചും കണ്ടെത്തിയും ചിറകുള്ള കൂട്ടുകാരുടെ ലോകത്തേക്കുള്ള കൗതുകകരമായ പ്രയാണം നമുക്ക് തുടരാം. ഈ ഒരു സ്റ്റേറ്റ്മെന്റോട് കൂടിയിട്ട് ഈ ചാപ്റ്റർ കൺക്ലൂഡ് ചെയ്യാണ്. അപ്പൊ നമുക്ക് ഈ പാഠഭാഗത്തെ ഒന്ന് വിലയിരുത്താം. ലെറ്റ്സ് assess. Draw lines through the right path to connect the birds to their food. പക്ഷികളെയും അവയുടെ ഭക്ഷണത്തെയും തമ്മിൽ ശരിയായ വഴിയിലൂടെ കൂട്ടിയോജിപ്പിക്കൂ. അപ്പൊ മക്കളെ പെൻസിൽ ഉപയോഗിച്ചുകൊണ്ട് വഴി വരച്ചു കൊടുക്കുക കേട്ടോ. അപ്പൊ ആരൊക്കെയാണ് അതിനകത്തുള്ളത്? ഈഗിളും ക്രോ, ദെൻ പാരോറ്റ്, ഹമ്മിങ് ബേർഡ്, പിന്നെ നമ്മൾ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ പഠിച്ചിട്ടുള്ള ഒരു പക്ഷിയുണ്ട് അല്ലെ, പച്ചില കുടുക്ക, അവരുമാണ് ഉള്ളത്. അപ്പൊ എങ്ങനെയാ വരച്ചു കൊടുക്കുക? ഈഗിളിനും ക്രോക്കും നമ്മൾ എലിയെ വരച്ചു കൊടുക്കുക. ദെൻ പാരോറ്റിന് ഗ്രെയിൻസ്, ധാന്യങ്ങൾ അല്ലേ, അപ്പൊ അത് വരച്ചു കൊടുക്കുക. ദെൻ ഹമ്മിങ് ബേർഡ് ഏതാണ്? നെക്ടർ ആണ് അല്ലെ, അപ്പൊ ഫ്ലവർ വരച്ചു കൊടുക്കുക. ദെൻ അത് കഴിഞ്ഞാൽ ലാസ്റ്റ് ബേർഡിന് നമ്മൾ എന്ത് ചെയ്യുക? ആ ഫ്രൂട്ടും വരച്ചു കൊടുക്കുക. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഹായ് ഈസ് ദിസ് വുഡ് പെക്കർ? Robbie shouted when he saw a bird by the side of the pond. The beak of woodpecker is not like this, Ayan replied. ഹായ്, ഇത് മരംകൊത്തിയാണോ? കുളക്കരയിലെ കിളിയെ കണ്ടപ്പോൾ റോബിൻ ഉറക്കെ വിളിച്ചു ചോദിച്ചു. മരംകൊത്തിയുടെ ചുണ്ട് ഇങ്ങനെയല്ലല്ലോ. അതായിരുന്നു അയാന്റെ മറുപടി. Then which bird is this? Complete the picture given appropriate colors. Prepare a note on these features. പിന്നെ ഏതായിരിക്കും മക്കളെ ഈ പക്ഷി? ഉചിതമായൊരു നിറം നൽകി ആ ചിത്രത്തെ പൂർത്തിയാക്കൂ. പ്രത്യേകതകൾ ഉൾപ്പെടുത്തി കുറിപ്പ് തയ്യാറാക്കൂ. ഏതാ മക്കളെ ആ പക്ഷി? കിങ് ഫിഷർ അല്ലെ, പൊന്മാൻ. എന്തൊക്കെയാ അതിന്റെ പ്രത്യേകതകള്? കിങ് ഫിഷർ, ദ അപ്പർ പാർട്ട് ഓഫ് ഇറ്റ്സ് ബോഡി ഈസ് ബ്യൂട്ടിഫുൾ, ഷൈനിങ് ബ്ലൂ. പൊന്മാന്റെ നിറം എന്താ മക്കളെ? നീല നിറമാണ് അല്ലെ. അപ്പൊ അതിന്റെ ശരീരത്തിന്റെ മുകൾ ഭാഗം തിളങ്ങുന്ന നീലയാല് വളരെ മനോഹരമാണ്. It sits near the water bodies and catches and eats fish and other small creatures in the spots. നമ്മുടെ ഈ പൊന്മാനി ജലാശയങ്ങൾക്ക് സമീപം ഇരുന്ന് മത്സ്യങ്ങളെയും അതിൽ കാണുന്ന മറ്റ് ചെറിയ ജീവികളെയും പിടിച്ചു തിന്നുന്നു. This bird can hover above the water. It can rapidly flap its wings to stay in one spot without moving back and forth. അതുപോലെ തന്നെ ഇതിന് ഉയരത്തിൽ പറക്കാനും അതുപോലെ വെള്ളം മുന്നോട്ടും പിന്നോട്ടും ചലിക്കാതെ ഒരു സ്ഥാനത്ത് തന്നെ തുടരാനും അതിന്റെ ചിറകുകൾക്ക് കഴിയും. Then next question. Mansa and Abin were playing a table competition game. Join them and complete the table. മാൻസയും അബിനും ഒരു ടേബിൾ കോമ്പറ്റീഷൻ ഗെയിം കളിക്കുകയാണ്. അപ്പൊ അവരോടൊപ്പം ചേർന്നിട്ട് നമുക്ക് ആ ടേബിൾ ഒന്ന് പൂർത്തിയാക്കാം. താഴെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ടേബിൾ എന്തൊക്കെയാ കൊടുത്തത്? നെയിം ഓഫ് ദ ബേർഡ്, പക്ഷിയുടെ പേര്, ദെൻ കളർ, അതിന്റെ നിറം,
ഫുഡ്, അത് കഴിക്കുന്ന ഭക്ഷണം, ദെൻ ബോഡി ഫീച്ചേഴ്സ്, അതിന്റെ ശാരീരിക സവിശേഷതകൾ, ദെൻ നെസ്റ്റ്, അതിന്റെ കൂട്. അപ്പം അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ഫസ്റ്റ് കോളത്തിൽ പാരോറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. പാരോറ്റിന്റെ കളർ ഏതാണ് മക്കളെ? ഗ്രീൻ ആണ് അല്ലേ. പാരോറ്റിന്റെ ഫുഡ് എന്തൊക്കെയാണ്? ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത എന്തൊക്കെയാ ഫുഡ്? ഫ്രൂട്ട്സ് ആൻഡ് സിറിയൽസ്, ധാന്യങ്ങള്. ദെൻ അതിന്റെ ബോഡി ഫീച്ചേഴ്സ്, അതിന്റെ ശാരീരിക സവിശേഷതകൾ എന്തൊക്കെയാണ്? കേർവ്ഡ് ബീക്കാണ്, വളഞ്ഞ കൊക്ക്. ദെൻ നെസ്റ്റ്, കൂടെ എങ്ങനെയാണ്? മേക്കിംഗ് ഹോൾസ് ഇൻ കോക്കനട്ട് ഓർ പാം, തെങ്ങിലും പനയിലും ഒക്കെ ദ്വാരം ഉണ്ടാക്കി അതിനകത്താണ് അവര് താമസിക്കുക. ദെൻ നെക്സ്റ്റ് ബേർഡ് ഏതാണ്? ക്രോ അല്ലെ. ക്രോയുടെ കളറ് ബ്ലാക്ക്. ഫുഡ് വേസ്റ്റ് ആൻഡ് സ്മാൾ ക്രിയേച്ചേഴ്സ്. എന്തൊക്കെയാണ് ഫുഡ്? ഫുഡ് വേസ്റ്റ്, ഭക്ഷണ മാലിന്യങ്ങളും, അതുപോലെ സ്മാൾ ക്രിയേച്ചേഴ്സ്, ചെറിയ ജീവികളും. ദെൻ അതിന്റെ ബോഡി ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? പോയിന്റഡ് ബീക്കാണ്, കൂർത്ത ചുണ്ടുകളാണ്. ദെൻ കൂടുണ്ടാക്കുന്നത് എവിടെയാണ്? ഓൺ ദ ഹൈ ട്രീ ടോപ്പ്, അതായത് ഉയരമുള്ള മരത്തിലാണ്, മരത്തിന്റെ ഏറ്റവും ടോപ്പിലാണ് അവര് കൂടുണ്ടാക്കുന്നത്. ദെൻ തേർഡ് ബേർഡ് ഏതാണ്? ഔൾ. ഔളിന്റെ കളർ എന്താണ് മക്കളെ? ബ്രൗൺ കളർ ആണ് അല്ലെ. ദെൻ അതിന്റെ ഫുഡോ? മൈസ് ആൻഡ് ഇൻസെക്ട്സ്. മൂങ്ങയുടെ ഭക്ഷണം എന്തൊക്കെയാണ്? എലിയും ചെറിയ പ്രാണികളും. അതിന്റെ ബോഡി ഫീച്ചേഴ്സോ? കൂർത്തിട്ടുള്ള ചുണ്ടുകളും, അതുപോലെ നൈറ്റ് വിഷൻ, രാത്രി കാഴ്ചയും സാധ്യമാകുന്നു. കൂടെ എങ്ങനെയുള്ളതാണ്? ഹോൾസ് ഇൻ ട്രീ, മരത്തില് ദ്വാരങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് താമസിക്കുക. ദെൻ ഫോർത്ത് ബേർഡ് ഏതാണ്? ക്രെയിൻ, കൊക്ക് അല്ലെ. കൊക്കിന്റെ കളർ എന്താണ്? വൈറ്റ്. ദെൻ ഫുഡോ? ഫിഷ് ആൻഡ് സ്മാൾ ഇൻസെക്ട്സ്, മത്സ്യവും അതുപോലെ ചെറിയ പ്രാണികളും. ദെൻ ബോഡി ഫീച്ചേഴ്സോ? ലോങ് ബീക്ക്, കൂർത്ത ചുണ്ടുകളാണ്. അതിന്റെ കൂടെ എങ്ങനെയാണ്? മാഷി ഏരിയാസ് യൂസിങ് പാം മെറ്റീരിയൽസ് ആൻഡ് ഗ്രാസസ്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? മാഷി ഏരിയാസ് ആണ്, ചതുപ്പ് പ്രദേശങ്ങളില് പാം മെറ്റീരിയൽസും ഗ്രാസും, പുല്ലുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ്, സസ്യവസ്തുക്കളും പുല്ലുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് കൂടുകൾ നിർമ്മിക്കുന്നത്. ദെൻ ലാസ്റ്റ് വൺ ആരാണ്? വുഡ് പെക്കർ ആണ്. കളർ എങ്ങനെയാണ്? ഗ്രീനിഷ് യെല്ലോ ഓർ യെല്ലോയിഷ് ബ്രൗൺ ആണ്. പച്ച കലർന്ന മഞ്ഞയോ അല്ലെങ്കിൽ മഞ്ഞ കലർന്ന ബ്രൗൺ, തവിട്ട് നിറമോ ആണ്. ദെൻ അതിന്റെ ഫുഡ് എങ്ങനെയുള്ളതാണ്? ഇൻസെക്ട്സ് ആൻഡ് വേംസ്, പ്രാണികളും പുഴുക്കളും ഒക്കെയാണ്. അതിനെ സഹായിക്കുന്ന അതിന്റെ ബോഡി ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? പോയിന്റഡ് ബീക്ക്, കൂർത്ത ചുണ്ടുകളും, റെഡ് ക്യാപ്പ് ഓൺ ദ ഹെഡ്, പിന്നെയോ തലയിൽ ചുവന്ന തൊപ്പിയും. ദെൻ അതിന്റെ കൂടെ എങ്ങനെയാണ്? ഹോൾസ് ഇൻ ട്രീസ്, മരങ്ങളിൽ ദ്വാരങ്ങൾ ഉണ്ടാക്കിയാണ് താമസിക്കുന്നത്. അപ്പൊ ഓക്കെ ഫ്രണ്ട്സ്, ഈ ചാപ്റ്റർ ഇവിടെ ഫിനിഷ് ചെയ്യാണ്. ഇനി ഇതിനകത്ത് എക്സ്റ്റെൻഡ് ആക്ടിവിറ്റീസ് ഒക്കെയാണുള്ളത്. ആൽബം ഒക്കെ തയ്യാറാക്കാനാണ്, അത് കൂട്ടുകാർ തയ്യാറാക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ദെൻ നെക്സ്റ്റ് പാഠവുമായിട്ട് വീണ്ടും വരാം. ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഓക്കെ, ബൈ.